Hello friends, welcome to iStudio Online and Rajiv. ഇന്നത്തെ രണ്ടാമത്തെ നമ്മുടെ ലൈറ്റ്റൂം ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഈ ലൈറ്റ്റൂം ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ ലൈറ്റ്റൂമിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അഡ്വാൻസ്ഡ് ആണെങ്കിലും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. മുൻപ് നമ്മൾ ലൈറ്റ്റൂമിൽ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്തിരുന്നത് നമുക്കിവിടെ ഡോഡ്ജ് ആൻഡ് ബേൺ എന്ന് പറയുന്ന ബ്രഷ് ഉണ്ട്. നോർമലി നമ്മൾ ചെയ്യുന്നത് ബ്രഷ് എടുക്കുന്നു, അതുപോലെ എഫക്ട്സിൽ നമ്മൾ ഡോഡ്ജ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, ബേൺ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഈ രണ്ട് ഓപ്ഷൻ യൂസ് ചെയ്താണ് മുമ്പ് നമ്മൾ ലൈറ്റ്റൂമിൽ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നോർമലി സിമ്പിളായിട്ട് പറഞ്ഞാൽ ബ്രഷ് എടുത്തിട്ട് എക്സ്പോഷർ കൂട്ടിയും കുറച്ചും ഇട്ട് രണ്ട് ബ്രഷ് വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഡോഡ്ജ് ആൻഡ് ബേൺ എന്ന് പറയുന്ന പർട്ടിക്കുലർ ബ്രഷ് എടുക്കേണ്ട കാര്യമില്ല. ഇത് കൂടാതെ പുതിയൊരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ലൈറ്റ്റൂം CC തുടങ്ങിയുള്ള ലൈറ്റ്റൂമിൻ്റെ വേർഷനുകളിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ്റൂം ക്ലാസിക് CC ആണ് പുതിയ വേർഷൻ നിലവിലുള്ളത്. അതായത് 2018 ലൈറ്റ്റൂം CC എന്ന് പറയുന്ന ഓപ്ഷന് ചിലപ്പോൾ ഇത് കാണണമെന്നില്ല. നിങ്ങളത് മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങൾ ലൈറ്റ്റൂം വാങ്ങുകയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് പുതിയ രീതിയിൽ നമുക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാൻ സാധിക്കുന്നത്, ലുമിനോസിറ്റി മാസ്കുകളുടെ ഹെൽപ്പോട് കൂടി എങ്ങനെ നമുക്കത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കറക്ഷൻസ് ഈ ഇമേജിൽ വരുത്താം. ഇതൊരു റോ ഫോർമാറ്റ് ഇമേജാണ്. ആദ്യം നമുക്ക് ചിത്രത്തിൻ്റെ എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് കോൺട്രാസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. റോ ഫയൽ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ഞാൻ ഹൈലൈറ്റ്സ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നു. ഷാഡോസ് ഏരിയയിൽ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂട്ടുന്നു. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇച്ചിരി ഒന്ന് യെല്ലോ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അധികം കൊണ്ടുവരുന്നില്ല, ജസ്റ്റ് ചെറിയ തോതിൽ ഒന്ന് യെല്ലോ സൈഡിലേക്ക് ടെമ്പറേച്ചർ കൊണ്ടുവരുന്നു. എക്സ്പോഷർ കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വൈബ്രൻസ് ഇച്ചിരി ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു. എനിക്ക് തോന്നുന്നു എക്സ്പോഷർ കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്യുന്ന എക്സ്പോഷർ. സാച്ചുറേഷനും ചെറിയ തോതിലൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു, ഒരു +3 ഇൻക്രീസ് ചെയ്യുന്നു സാച്ചുറേഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാവുന്നതാണ്. സോ നോർമലി ഞാൻ ചെയ്യുന്നത് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യുന്നത് ഫോട്ടോഷോപ്പിൽ നമ്മുടെ സ്കിൻ റീടച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. നമ്മളിപ്പോൾ ഇത് സ്കിൻ റീടച്ചിങ് ചെയ്യാതെയാണ് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ സ്കിൻ റീടച്ചിങ് ചെയ്യുന്നതിന് മുമ്പ് ലൈറ്റ്റൂമിൽ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതായത് സ്കിൻ റീടച്ചിങ് ചെയ്യുന്ന ടൈമിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ ടൈമിൽ നമുക്ക് കുറച്ചൊക്കെ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്കിത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് എടുക്കുകയാണ്. എന്നിട്ട് ഒരു എക്സ്പോഷർ കുറച്ചൊന്ന് കൂട്ടി ഇട്ടിട്ട് ജസ്റ്റ് ബേബിയുടെ ഫുൾ ഫേസിൽ ഈ ബ്രഷ് കൊണ്ട് നമ്മളിപ്പോൾ വരുത്തിയ എക്സ്പോഷർ ഇൻക്രീസ് നമ്മൾ അപ്ലൈ ചെയ്യുക. നമുക്ക് ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ സംഭവം ചെയ്തു തീർക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓട്ടോ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഈ കയ്യിലൊക്കെ ബ്രഷ് ചെയ്യുമ്പോൾ കയ്യിൽ തന്നെ ഇത് നിൽക്കുന്നു, കൈയുടെ പുറത്തേക്ക് ഇത് പോകുന്നില്ല. നമ്മുടെ ബ്രഷ് അതിൻ്റെ പുറത്ത് കുറച്ച് പോയാലും അങ്ങോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഈ ഓട്ടോ മാസ്ക് സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഓട്ടോ മാസ്ക് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ബ്രഷ് ചെയ്യുമ്പോൾ ആ എഫക്റ്റ് പുറത്തേക്കും പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് ഓവർലേ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കിത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് നമുക്ക് ആ പുറത്തേക്ക് പോയ എഫക്റ്റ് നമുക്കൊന്ന് മായ്ക്കണം. അതിനുവേണ്ടി ഞാൻ സിമ്പിളായിട്ട് Ctrl+Z ചെയ്യുന്നു. ലാസ്റ്റ് ചെയ്ത ഓപ്പറേഷൻ അതായതുകൊണ്ട് ഇനി ഓട്ടോ മാസ്ക് ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള സ്കിന്നിൻ്റെ ഏരിയയിലും ഇതുപോലെ ബ്രഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്ത ഏരിയയിലെല്ലാം എക്സ്പോഷർ കൂടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനിയും എക്സ്പോഷർ കൂട്ടാം. കൂട്ടിക്കഴിയുമ്പോൾ ഇങ്ങനൊരു എഫക്റ്റാണ് ബേബിയുടെ ഫേസിൽ വരുന്നത്. എന്തായാലും ഞാനിത് ചെയ്യുന്നത് എക്സ്പോഷർ ഇച്ചിരി കൂട്ടിയിട്ടാണ്. ഏതൊക്കെ ഏരിയകളെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി എക്സ്പോഷർ ഇച്ചിരി കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ലൈറ്റ്റൂം ആയതുകൊണ്ട് നോൺ ഡിസ്ട്രക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് പിന്നെയും പഴയ രീതിയിലേക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഏരിയയിലെല്ലാം എക്സ്പോഷർ കൂട്ടിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഏരിയയിൽ അപ്ലൈ ആയിട്ടില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചെയ്യേണ്ടത് ഡൺ പ്രസ് ചെയ്യരുത്. അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഡൺ നമ്മൾ ലാസ്റ്റ് മാത്രമേ പ്രസ് ചെയ്യാവുള്ളൂ. ഇനി റേഞ്ച് മാസ്കിൽ വരിക, ലുമിനോസിറ്റിയിൽ വരിക. ലുമിനോസിറ്റിയിൽ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡോഡ്ജാണ്. ഡോഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റഡ് ഏരിയ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യുകയാണ് ഡോഡ്ജിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ റേഞ്ച് ഹൈലൈറ്റ് ഏരിയയിൽ മാത്രം ഒതുക്കി നിർത്തുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിൽ എവിടെയൊക്കെയാണോ ഹൈലൈറ്റ്സ് ഉള്ളത് അവിടെ മാത്രമേ നമുക്ക് ഈ എക്സ്പോഷർ ഇൻക്രീസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, ഞാനപ്പം എക്സ്പോഷർ ചെറുതായിട്ട് മാത്രമേ ഉയർത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിത് എക്സ്പോഷർ കുറച്ചു. നമ്മൾ ആദ്യം അത്രയും കൂട്ടിയത്
എത്രമാത്രം അപ്ലൈ ചെയ്തു എന്നറിയാനാണ് നമ്മളത് കൂട്ടിയത്. ഓക്കെ, നമ്മളത് ചെയ്തു. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡോഡ്ജ് നമ്മൾ ചെയ്തു ഒറ്റയടിക്ക്. 2 സ്ലൈഡർ നീക്കിയതോടെ ഡോഡ്ജിങ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബേണിംഗ് ആണ്. ബേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാർക്കായിട്ടുള്ള ഏരിയകളെ കുറച്ചും കൂടെ ഡാർക്കാക്കിയാണ് ബേണിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഉള്ള ബ്രഷ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഈ ബ്രഷ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അതിന് മുകളിൽ തന്നെയാണ് ഈ ബ്രഷ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ബ്രഷ് സ്വല്പം ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക നമുക്കത് കാണാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ബ്രഷിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എക്സ്പോഷർ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ബ്രഷിലെ എക്സ്പോഷർ കുറച്ചു. അതായത് ഈ ബ്രഷും നമ്മുടെ ആദ്യത്തെ ബ്രഷ് പോലെ സെയിം ആണ്. ആദ്യത്തെ ബ്രഷിൽ നമ്മൾ എക്സ്പോഷർ കൂട്ടിയിട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഈ രണ്ടാമത്തെ പുതിയ ബ്രഷിൽ നമ്മൾ എക്സ്പോഷർ കുറച്ചു. അപ്പോൾ നമ്മുടെ ചിത്രത്തിലെ ഓവറോൾ എക്സ്പോഷർ കുറഞ്ഞു. പക്ഷേ നമുക്ക് ഈ ഡാർക്ക് എഫക്റ്റ് വരേണ്ടത് നമ്മുടെ ഡാർക്കായിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ ബ്രഷിൻ്റെ റേഞ്ച് മാസ്കിങ്ങിൽ വരിക. പുതിയ ബ്രഷിലും നമ്മൾ മുൻപ് അപ്ലൈ ചെയ്ത ആ റേഞ്ച് മാസ്കിങ് വരുന്നതാണ്. കാരണം നമ്മൾ ആദ്യത്തെ ബ്രഷിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫുൾ ഏരിയയിൽ ഇത് അപ്ലൈ ചെയ്യുക. നേരെ തിരിച്ച് നമ്മുടെ ഷാഡോ ഏരിയയിൽ മാത്രം ഈ എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്രഷിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഇപ്പോൾ രണ്ടാമത്തെ ബ്രഷ്. അപ്പോൾ നമുക്ക് എക്സ്പോഷർ എത്രമാത്രമാണ് നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ബ്രഷിൽ നമുക്ക് എക്സ്പോഷർ സെറ്റ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ നമുക്ക് മൂന്നാമതൊരു ബ്രഷും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. നമുക്ക് മാറി മാറി അറിയാനായിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഇതിൽ ചെയ്യുന്നത് ഞാൻ എക്സ്പോഷർ ഏകദേശം മിഡിൽ തന്നെ കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് താഴെ വന്നിട്ട് നമ്മുടെ റേഞ്ച് മാസ്കിൽ വന്നിട്ട് നമ്മുടെ മിഡ് ടോണിലേക്ക് ഈ ഒരു എക്സ്പോഷറിനെ നമ്മൾ അസൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് നമ്മുടെ ഹൈലൈറ്റ് ഏരിയയിൽ ആദ്യത്തെ ബ്രഷ് കൊണ്ട് എക്സ്പോഷർ കൂട്ടി, രണ്ടാമത്തെ ബ്രഷ് കൊണ്ട് നമ്മുടെ ഷാഡോ ഏരിയ കുറച്ചും കൂടെ ഡാർക്കാക്കി, മൂന്നാമത്തെ ബ്രഷ് കൊണ്ട് നമ്മുടെ മിഡ് ടോൺ ഏരിയ പഴയ പോലെ തന്നെ നമ്മൾ ഈ ബ്രഷ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു എഫക്റ്റ് നമ്മുടെ മിഡ് ടോണിലും കൊണ്ടുവന്നു. ഞാനിനി ഡൺ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ 3 ബ്രഷുകൾ ക്രിയേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഹിസ്റ്ററി പാനലിൽ വന്നാൽ ഓരോ ബ്രഷിനും ഈ 3 ബ്രഷും അപ്ലൈ ചെയ്തതിന് മുമ്പ് നമ്മുടെ ചിത്രം എങ്ങനെയാണ് ഇരുന്നതെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വരെ നമുക്ക് തിരിച്ചു വരാം. കാരണം ഡ്യൂപ്ലിക്കേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് കാര്യമല്ല. നമ്മൾ വരുത്തിയിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മളുടെ ഹിസ്റ്ററി. ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് കാണാനുള്ള ഓപ്ഷനാണിത്. ഞാനപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫോട്ടോ ഇങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ലൂമിനൻസ് റേഞ്ച് മാസ്ക് 3 ബ്രഷുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്ന എഫക്ട്സ് ആണ് നമ്മൾ മൂന്നാമത്തെ ബ്രഷിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ ഒരു ഡോട്ട്സ് ആൻഡ് ബേൺ ഇല്ലാതെ അപ്ഡേറ്റ് ലൂമിനൻസ് റേഞ്ച് മാസ്ക് എന്ന് പറയുന്ന ലാസ്റ്റ് ബ്രഷിൽ നമ്മൾ ഹിസ്റ്ററി പാനലിൽ വന്നാൽ നമ്മുടെ ഡോട്ട്സ് ആൻഡ് ബേൺ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ചിത്രം. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ മൊത്തത്തിലൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഓക്കെ, ഈ ചിത്രത്തിൽ ഇനി നമ്മൾ സ്കിൻ റീറ്റച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഡോട്ട്സ് ആൻഡ് ബേൺ നമ്മുടെ ചിത്രത്തിൽ വന്നിട്ടുണ്ട്. ഇത് ലൈറ്റ് റൂം ആയതുകൊണ്ട് നമുക്ക് ഇനിയും വേണമെങ്കിൽ കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യത്തെ ബ്രഷിൽ വന്നു. ആദ്യത്തെ ബ്രഷിൽ ഞാൻ ചെറുതായിട്ട് എക്സ്പോഷർ ഒന്നും കൂടെ കൂട്ടുന്നു. അപ്പോൾ നമ്മുടെ ഡോഡ്ജിങ് നമ്മുടെ ചിത്രത്തിൽ കുറച്ചും കൂടെ കൂടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് അധികം കൂട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ബ്രഷിൽ വന്നിട്ട് ബേൺ ഞാൻ ഇച്ചിരി കൂടെ കൂട്ടുന്നു. ഓക്കെ, മൂന്നാമത്തെ ബ്രഷിൽ വന്നിട്ട് മിഡ് ടോണിൽ ഞാൻ കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ കൂട്ടാൻ ആഗ്രഹിക്കുന്നു ചെറിയ തോതിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ഇമേജ്. ഇനി നമുക്ക് സ്കിൻ റീറ്റച്ചിങ് ചെയ്ത് കഴിയുമ്പോൾ ചിത്രം നല്ലതായിട്ട് തീരും. അപ്പോൾ ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡോട്ട്സ് ആൻഡ് ബേൺ ചെയ്തതിന് ശേഷം ഉള്ള ചിത്രം. വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് ലൈറ്റ് റൂമിൽ. എങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഫോട്ടോഷോപ്പിലെ മെത്തേഡ് തന്നെയാണ്. എന്നിരുന്നാലും ഒരു എളുപ്പത്തിന് വേണ്ടി ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ട്യൂട്ടോറിയൽ ഞാനിവിടെ തീർക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. അടുത്ത ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, ഫോട്ടോഗ്രാഫി, ലുമിനാർ മുതലായ സോഫ്റ്റ്വെയറുകളിൽ താല്പര്യമുള്ള ആൾക്കാർ, ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആൾക്കാർ, ചെറിയ വ്ളോഗുകൾ ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.